നഗരത്തിരക്കുകളുടെയും കോലാഹലങ്ങളുടെയും ലോകത്തുനിന്ന് നാം അല്പം മാറി നടക്കുകയാണ്. യന്ത്രവൽക്കരിക്കപ്പെട്ട നമ്മുടെ ദൈനംദിന ജീവിതത്തിന് താൽക്കാലികമായെങ്കിലും ഒരു വിരാമമിട്ട് പ്രകൃതിയുടെ ശാന്തമായ മടിത്തട്ടിലേക്ക് ഒരു യാത്ര. നമ്മുടെ ഈ യാത്ര ഇന്നെത്തിച്ചേരുന്നത് കോട്ടൂരിലേക്കാണ്. വന്യതയുടെ വശ്യതയും ഗ്രാമീണതയുടെ നന്മയും ഒത്തുചേരുന്ന ഒരിടം. മലിനമായ നഗരവായുവിൽ നിന്നും മാറി പ്രകൃതി കരുതി വെച്ച ശുദ്ധവായു ശ്വസിക്കുമ്പോൾ ലഭിക്കുന്ന ആ ഒരു ആശ്വാസം, അത് വാക്കുകൾക്ക് അതീതമാണ്. മനുഷ്യൻ പ്രകൃതിയോട് എത്രമാത്രം ചേർന്ന് നിൽക്കുന്നുവോ അത്രത്തോളം അവന്റെ മനസ്സിനും ശരീരത്തിനും നവോന്മേഷം ലഭിക്കുന്നു എന്നതാണ് സത്യം. കോട്ടൂരിന്റെ ഈ വനഭംഗി ആസ്വദിച്ചുകൊണ്ടുള്ള നമ്മുടെ യാത്ര ഇവിടെ തുടങ്ങുകയാണ്. നമുക്ക് ഒരുമിച്ച് പോകാം പ്രകൃതിയുടെ ഉള്ളറകളിലേക്ക്. നെയ്യാർ ഡാമിലേക്കുള്ള ഈ പാതയിൽ പ്രകൃതി നമുക്കായി കരുതി വച്ചിരിക്കുന്ന മറ്റൊരു മനോഹരമായ കാഴ്ചയാണിത്. കാഴ്ചകളുടെ വൈവിധ്യം തേടിയുള്ള നമ്മുടെ യാത്ര ഇപ്പോൾ എത്തി നിൽക്കുന്നത് തികച്ചും ശാന്തമായ മറ്റൊരു ലോകത്താണ്. ഇതാണ് ശിവാനന്ദ യോഗ വേദാന്ത ധന്വന്തരി ആശ്രമം. മനസ്സിനും ശരീരത്തിനും ഒരുപോലെ വിശ്രമം നൽകുന്ന പ്രകൃതിയുടെ ഒരു മഹാസങ്കേതമെന്ന് ഇതിനെ വിശേഷിപ്പിക്കാം. കണ്ണിനും മനസ്സിനും ഒരുപോലെ കുളിർമയേകുന്ന പ്രകൃതിയുടെ വശ്യഭംഗി. ദൂരെ ചക്രവാളത്തിൽ തലയുയർത്തി നിൽക്കുന്ന മലനിരകളും അതിന് പശ്ചാത്തലമായി തെളിഞ്ഞ നീലാകാശവും താഴെ ശാന്തമായി ഒഴുകുന്ന ജലാശയവും ചേർന്ന് ഇവിടെയൊരു അത്ഭുതകരമായ വർണ്ണചിത്രം തീർത്തിരിക്കുകയാണ്. തിങ്ങി നിറഞ്ഞ മരങ്ങൾക്കിടയിലൂടെ അരിച്ചെത്തുന്ന സൂര്യപ്രകാശം, കാതുകൾക്ക് കുളിർമയേകുന്ന പക്ഷികളുടെ കളകൂചനം. സത്യത്തിൽ ഇതൊരു വെറും യാത്രയല്ല, മറിച്ച് പ്രകൃതിയുമായുള്ള ഒരു ഹൃദയ സംവാദമാണ്. ഓരോ മരത്തണലും ഓരോ കാറ്റും നമ്മോട് സംസാരിക്കുന്നത് പോലെ തോന്നും. നാം ഇപ്പോൾ നെയ്യാർ ഡാമിന്റെ ആ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകൾക്ക് അരികിലെത്തിയിരിക്കുന്നു. ഡാമിന്റെ പച്ചപ്പാർന്ന ഈ തീരങ്ങളിലൂടെയുള്ള യാത്ര പ്രകൃതിയുടെ വശ്യ സൗന്ദര്യത്തിന് മറ്റൊരു ദർശനം നമുക്ക് ചൂണ്ടിക്കാണിക്കാനാകില്ല. ഒരു വശത്ത് ഗാംഭീര്യത്തോടെ നിൽക്കുന്ന മലനിരകൾ, മറുവശത്ത് സൂര്യപ്രകാശം വെറ്റി വെട്ടിത്തിളങ്ങുന്ന ജലാശയം. മലനിരകളുടെയും ഈ തെളിനീരിന്റെയും സംഗമം കണ്ണിനും മനസ്സിനും അവിസ്മരണീയമായ ഒരു അനുഭൂതിയാണ് സമ്മാനിക്കുന്നത്. പ്രകൃതി അതിന്റെ എല്ലാ വർണ്ണങ്ങളും ഇവിടെ ചാലിച്ചു വച്ചിരിക്കുന്നു എന്ന് തോന്നിപ്പോകുന്ന നിമിഷങ്ങൾ. കാഴ്ചകൾ ആസ്വദിക്കുമ്പോൾ തന്നെ നാം ഓർക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ പ്രകൃതിയും വനവും അവിടുത്തെ വന്യജീവികളും സംരക്ഷിക്കപ്പെടേണ്ട ഒന്നാണ്. കാഴ്ചകളുടെ മറ്റൊരു മനോഹരമായ തലത്തിലേക്കാണ് നാം ഇപ്പോൾ പ്രവേശിക്കുന്നത്. നെയ്യാർ വന്യജീവി സങ്കേതത്തിലെ ഡീർ റീഹാബിലിറ്റേഷൻ സെന്ററിലേക്കുള്ള ഈ യാത്ര എത്ര മനോഹരമാണെന്ന് നോക്കൂ. നമുക്ക് ചുറ്റുമുള്ള ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ഇതാ ദൂരെയായി ചില മാനുകളെ നമുക്ക് കാണാം. മനുഷ്യന്റെ ഇടപെടലുകളില്ലാതെ വിഹരിക്കാതെ ഈ കാഴ്ച സത്യത്തിൽ അപൂർവമാണ്. പ്രകൃതിയെയും വന്യജീവികളെയും ഇത്രയധികം അടുത്തറിയാൻ കഴിയുന്ന മറ്റൊരിടം നമുക്ക് കണ്ടെത്താനാവില്ല. വനത്തിന്റെ നിഗൂഢതകളിലൂടെ നമ്മുടെ യാത്രക്കിടയിൽ അപ്രതീക്ഷിതമായി ഇതാ ഒരു അപൂർവ സുഹൃത്ത്. എത്ര മനോഹരമായ കാഴ്ചയാണിത്! ഭയമേതുമില്ലാതെ നമ്മുടെ തൊട്ടടുത്തായി നിൽക്കുന്ന ഈ മാൻ പ്രകൃതിയുടെ ഒരു വലിയ വരദാനം തന്നെയാണ്. ക്യാമറ കണ്ണുകൾക്കുമപ്പുറം മനസ്സിൽ മായാതെ നിൽക്കുന്ന ഇത്തരം നിമിഷങ്ങളാണ് ഈ യാത്രയെ അവിസ്മരണീയമാക്കുന്നത്. വനപാതയുടെ ഏകാന്തതയിൽ നിന്ന് നാം വീണ്ടും ഒരു ചെറിയ ജനപദത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പാതയോരത്ത് ഇതാ പരിമിതമായ സൗകര്യങ്ങളുള്ള ഒരു കൊച്ചു കട.
അതിനരികിലായി വായുവിൽ പാറിപ്പറക്കുന്ന കുറച്ച് ചുവന്ന കൊടികളും നമുക്ക് കാണാം. ഓരോ ദേശത്തിനും അതിൻ്റെതായ രാഷ്ട്രീയവും സാമൂഹികവുമായ അടയാളങ്ങളുണ്ട് എന്നതിന്റെ തെളിവ് കൂടിയാണിത്. വന്യതയും മനുഷ്യജീവിതവും ഇത്രയടുത്ത് നിലനിൽക്കുന്ന ഇത്തരം കാഴ്ചകൾ നമ്മുടെ യാത്രയെ കൂടുതൽ അർത്ഥവത്താക്കുന്നു. കാടിന്റെ നിശബ്ദതയിൽ നിന്ന് നാം ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് കോട്ടൂരിന്റെ ഹൃദയഭാഗത്തേക്കാണ്. തിരക്കേറിയ അങ്ങാടിയും നിരനിരയായുള്ള വഴിയോര കടകളും ഒക്കെയായി കോട്ടൂർ നമുക്ക് മുന്നിൽ മറ്റൊരു കാഴ്ചയായി മാറുന്നു. ഇതുവരെ കണ്ട പ്രകൃതിയുടെ ആ തനിമയിൽ നിന്ന് ഇതൊരു വലിയ മാറ്റമാണ്. എങ്കിലും ഈ യാത്രയുടെ അവസാനത്തെ ആകർഷണം ഇവിടത്തെ ഈ ജനജീവിതം തന്നെയാണ്. വന്യതയും നാഗരികതയും ഒരു പോയിന്റിൽ സംഗമിക്കുന്നത് പോലെയാണ് കോട്ടൂർ അങ്ങാടി നമുക്ക് അനുഭവപ്പെടുന്നത്. നെയ്യാർ വന്യജീവി സങ്കേതത്തിന്റെ കവാടം എന്ന നിലയിൽ ഈ പ്രദേശം സദാ സജീവമാണ്. നമ്മുടെ ഈ ഹരിതയാത്രയ്ക്ക് ഇവിടെ താൽക്കാലികമായ ഒരു വിരാമം കുറിക്കാം. കോട്ടൂർ ജംഗ്ഷന്റെ തിരക്കുകളെല്ലാം പിന്നിട്ട് നാം വീണ്ടും മുന്നോട്ട് പോവുകയാണ്. ഇതാ നഗരക്കാഴ്ചകൾ വഴിമാറുന്നു. പ്രകൃതി അതിന്റെ പച്ചപ്പ് കൊണ്ട് നമ്മെ വീണ്ടും സ്വാഗതം ചെയ്യുകയായി. ഇരുവശവും കുടപിടിച്ചു നിൽക്കുന്ന ഈ ഇടതൂർന്ന മരങ്ങൾക്കിടയിലൂടെയുള്ള സഞ്ചാരം നമ്മുടെ മനസ്സിനെ വീണ്ടും പഴയ ആ ശാന്തതയിലേക്ക് തിരികെ കൊണ്ടെത്തിക്കുന്നു. വളഞ്ഞു പുളഞ്ഞു കിടക്കുന്ന ഈ പാതകളും മരങ്ങൾക്കിടയിലൂടെ ഹരിച്ചെത്തുന്ന ഇളം വെയിലും ഒരു പ്രത്യേക അനുഭൂതിയാണ് നൽകുന്നത്. തിരക്കുകൾക്കിടയിൽ നാം നഷ്ടപ്പെടുത്തിയ ആ സമാധാനം ഓരോ കിലോമീറ്റർ പിന്നിടുമ്പോഴും നമുക്ക് തിരികെ ലഭിക്കുന്നതായി തോന്നും. സത്യത്തിൽ ഈ യാത്രയുടെ ഓരോ നിമിഷവും നമ്മുടെ കണ്ണിനും മനസ്സിനും ഒരുപോലെ കുളിർമയേകുന്ന പ്രകൃതിയുടെ വലിയൊരു ലഹരിയാണ്. ഇന്ന് നാം ഈ ആസ്വദിക്കുന്ന പ്രകൃതി ഭംഗി, ഈ പച്ചപ്പ്, ഇത് വരും തലമുറയ്ക്കായി കരുതി വെക്കേണ്ട ഒന്നാണെന്ന വലിയ സത്യം ഈ കാഴ്ചകൾ നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. മനുഷ്യൻ വികസനത്തിന്റെ പാതയിൽ കുതിക്കുമ്പോഴും നമ്മുടെ നിലനിൽപ്പിന് വനങ്ങളും പ്രകൃതി വിഭവങ്ങളും എത്രമാത്രം അത്യന്താപേക്ഷിതമാണെന്ന് നാം പലപ്പോഴും മറന്നുപോകുന്നു. പ്രകൃതിക്ക് മുറിവേൽക്കാത്ത ഒരു വികസനമാണ് നമുക്ക് ആവശ്യം. ഈ മരങ്ങളും വന്യജീവികളും ഇല്ലാതായാൽ മനുഷ്യന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാവും. അതുകൊണ്ട് ഈ കാഴ്ചകൾ ആസ്വദിക്കുമ്പോൾ തന്നെ ഇതിനെ സംരക്ഷിക്കാനുള്ള ഒരു പ്രതിജ്ഞ കൂടി നമ്മുടെ ഉള്ളിലുണ്ടാകണം. പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ അതിന്റെ ആത്മാവിനെ തൊട്ടറിയാൻ കഴിയൂ. വനപാതയുടെ നിഗൂഢതകൾ താണ്ടി നാം മുന്നോട്ട് നീങ്ങുമ്പോൾ കാതുകൾക്ക് കുളിർമയേകി ഇതാ ഒരു ചെറിയ നീർച്ച. ആ നീർച്ചോലയ്ക്കരികിലെ കലിയിലൂടെ അതാ ഒരു പാമ്പ് ഇഴഞ്ഞു നീങ്ങുന്നു. വനയാത്രയിൽ മാത്രം നമുക്ക് ലഭിക്കുന്ന പ്രകൃതിയുടെ വളരെ അവിസ്മരണീയമായ ഒരു നിമിഷമാണിത്. ഇത്രയും അടുത്തുനിന്ന് ഇത്തരം കാഴ്ചകൾ കാണാൻ കഴിയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. ഭയത്തെക്കാൾ ഉപരി പ്രകൃതിയുടെ ആ ഒരു താളം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ ഈ കാട്ടിലെ അതിഥികൾ മാത്രമാണെന്നും ഈ കാണുന്ന ജീവജാലങ്ങളാണ് ഇവിടുത്തെ യഥാർത്ഥ അവകാശികളെന്നും ഇത്തരം കാഴ്ചകൾ നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ആ നീർച്ചോലയും വന്യമായ കാഴ്ചകളും പിന്നിട്ട് നാം വീണ്ടും പ്രകൃതിയുടെ ആ നിഗൂഢമായ മനോഹാരിതയിലേക്ക് യാത്ര തുടരുകയാണ്. ഇതാ നമ്മുടെ ഇരുവശവും ഇപ്പോൾ അടർവനമാണ്. സൂര്യപ്രകാശം പോലും മണ്ണിൽ തൊടാൻ മടിക്കുന്ന തരത്തിൽ മരങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഈ പാതയിലൂടെയുള്ള സഞ്ചാരം വാക്കുകൾക്കതീതമായ ഒരു അനുഭവമാണ് നൽകുന്നത്. ഓരോ ചുവടിലും വനം അതിന്റെ സ്വഭാവം മാറ്റിക്കൊണ്ടിരിക്കുന്നു. തിരക്കുകളിൽ നിന്നും ശബ്ദ കോലാഹലങ്ങളിൽ നിന്നും ബഹുദൂരം അകലെ പ്രകൃതിയുടെ ഈ പച്ചപ്പിലൂടെയുള്ള സഞ്ചാരം ഒരു പുതിയ തിരിച്ചറിവാണ്. കാടിന്റെ ഈ ഗാംഭീര്യം ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ഇനിയും മുന്നോട്ടു പോകാം. വനപാതയുടെ ഏകാന്തതയിലൂടെ നാം മുന്നോട്ട് നീങ്ങുമ്പോൾ ഇതാ മരങ്ങൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്ന മനോഹരമായ ഒരു ചെറിയ കുളം നമ്മുടെ കണ്ണിൽപ്പെടുന്നു. ആരെയും ആകർഷിക്കുന്ന വിധം വെളുത്ത നിറത്തിലുള്ള ഒരു താമരപ്പൂവ് ഒറ്റയ്ക്ക് വിരിഞ്ഞു നിൽക്കുന്നു.
പ്രകൃതി ഒളിപ്പിച്ചു വെച്ച ഒരു രക്തം പോലെയാണിതിനെ അനുഭവപ്പെടുന്നത്. ആ ശാന്തമായ കാഴ്ചയ്ക്ക് പിന്നാലെ നാം വീണ്ടും ഈ അടർന്ന കാടുകളുടെ ഹൃദയങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. പാതയുടെ ഇരുവശത്തും നോക്കത്ത ദൂരത്തോളം പച്ചപ്പും മാത്രം. സത്യത്തിൽ ഈ യാത്രയുടെ ഓരോ നിമിഷവും പ്രകൃതിയുടെ നിഗൂഢതയും സൗന്ദര്യത്തെയും അടുത്തുനിന്ന് തൊട്ടറിയാനുള്ള അപൂർവമായ ഒരു അവസരമാണ് നൽകുന്നത്. ഈ കാടും കുളവും ആ താമരപ്പൂവുമെല്ലാം നമ്മുടെ മനസ്സിൽ മായാത്ത ഒരു ചിത്രമായി അവശേഷിക്കും. വനത്തിന്റെ ഈ ഏകാന്തതയിലൂടെ നാം മുന്നോട്ട് നീങ്ങുമ്പോൾ പാതയോരത്ത് ഇതാ ഒരു കുളിർ കാഴ്ച. ഓലമേഞ്ഞ ഈ കൊച്ചി വീട് പ്രകൃതിയുടെ പച്ചപ്പിനിടയിൽ ഒരു ചിത്രത്തിലെന്ന പോലെ നിലകൊള്ളുന്നു. ആധുനികതയുടെ യാന്ത്രികതയൊന്നും ഇവിടെ സ്ഥാനമില്ല. വീടിന് ചുറ്റുമുള്ള പൂന്തോട്ടവും നിറയെ പൂക്കളും കിളികളുടെ കളകളാരവവും ചേർന്ന് പ്രകൃതിയോട് പൂർണ്ണമായി ചേർന്ന് നിൽക്കുന്ന ഒരു ജീവിതത്തിന്റെ നേർചിത്രമാണ്. ഓരോ യാത്രയും നൽകുന്ന ചില അപ്രതീക്ഷിത കാഴ്ചകൾ. അത്തരത്തിലൊന്നാണ് ഈ ഓലമേഞ്ഞ വീടും അവിടുത്തെ ജീവിതവും. ഈ വനപാതയോരത്ത് നാം കണ്ട ആ കൊച്ചു വീടുകൾ ഈ കാടിന്റെ യഥാർത്ഥ അവകാശികളായ വിഭാഗങ്ങളുടേതാണ്. വനത്തിന്റെ ഈ ഏകാന്തതയിലൂടെ നാം മുന്നോട്ട് നീങ്ങുമ്പോൾ പാതയോരത്ത് ഇതാ ഒരു കുളിർ കാഴ്ച. വനത്തിന്റെ ആഴങ്ങളിലൂടെയുള്ള ഈ യാത്രയിൽ നമ്മെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണിത്. തലമുറകളായി കൈമാറി വന്ന ആ ഓലമേഞ്ഞ പരമ്പരാഗത വീടിന് മുകളിൽ ആധുനിക സാങ്കേതിക വിദ്യയുടെ പ്രതീകമായി ഇതാ ഒരു സോളാർ പാനൽ തിളങ്ങി നിൽക്കുന്നു. പുറം ലോകത്തെ വിവരങ്ങൾ അറിയാൻ TV കാണുന്നതിനും വന്യമൃഗങ്ങൾ ഉപകരിക്കുന്ന ഈ കാട്ടിൽ രാത്രികാലങ്ങളിൽ വെളിച്ചം ഉറപ്പാക്കുന്നതിനും അവർ ഈ സൗരോർജത്തെയാണ് ആശ്രയിക്കുന്നത്. പാരമ്പര്യത്തെ മുറുകെ പിടിക്കുമ്പോൾ തന്നെ പുതിയ കാലത്തിന്റെ സാധ്യതകളെ എത്ര മനോഹരമായാണ് ഇവർ സ്വീകരിച്ചിരിക്കുന്നത്. പ്രകൃതിയോട് കലഹിക്കാതെ അതിൽ നിന്ന് തന്നെ ഊർജം കണ്ടെത്തി ജീവിതം കരിപിടിപ്പിക്കുന്ന ഈ രീതി ശരിക്കും മാതൃകാപരമാണ്. മാറ്റങ്ങളെ ഉൾക്കൊള്ളുന്ന എന്നാൽ വേരുകൾ മറക്കാത്ത ഒരു അപൂർവ ജീവിത ശൈലിയാണിത്. യാത്രയുടെ ഓരോ വളവിലും പുതിയ കാഴ്ചകൾ നമ്മെ കാത്തിരിക്കുന്നുണ്ട്. അല്പം കൂടി മുന്നോട്ട് നീങ്ങുമ്പോൾ ഭൂമിയുടെ നിരപ്പിൽ നിന്ന് അല്പം താഴ്ന്ന രീതിയിൽ നിർമ്മിക്കപ്പെട്ട വീട് നമ്മുടെ കാഴ്ചയിൽ പതിയുകയാണ്. കുഴിയിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ആ വീടിന്റെ മുകളിൽ മഴയെ പ്രതിരോധിക്കാനായി വിരിച്ചിരിക്കുന്ന നീലത്താർപോളിൻ ആധുനികമായ ഒരു സുരക്ഷാ കവചം പോലെ നമുക്ക് തോന്നാം. എന്നാൽ ആ വീടിനടുത്ത് ഇഷ്ടികകൾക്ക് മുകളിലായി സ്ഥാപിച്ചിരിക്കുന്ന ആ ചെറിയ വിളക്ക് ശരിക്കും ശ്രദ്ധേയമാണ്. ഈ പ്രദേശത്തുള്ളവർ കല്ലിനെ ദൈവമായി ആരാധിക്കുന്നവരാണ്. പ്രകൃതിയിലെ ഓരോ കണികയിലും ദൈവീകത കാണുന്ന അവരുടെ ആചാരങ്ങളുടെയും അചഞ്ചലമായ വിശ്വാസങ്ങളുടെയും നേർക്കാഴ്ചയാണിത്. നാഗരികതയുടെ ആർഭാടങ്ങളില്ലാത്ത എന്നാൽ ഭക്തിയുടെയും പാരമ്പര്യത്തിന്റെയും ഉറപ്പുള്ള ഈ കാഴ്ചകൾ ഏതൊരു സഞ്ചാരിക്കും പുതിയൊരു അറിവാണ് നൽകുന്നത്. ഇപ്പോൾ നാം ഈ വനയാത്രയുടെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മുന്നിൽ പോകുന്നവരിൽ നിന്നും നമുക്ക് കർശനമായ മുന്നറിയിപ്പ് ലഭിച്ചു കഴിഞ്ഞു. ഇനി അങ്ങോട്ടുള്ള പാത അതീവ അപകടം പിടിച്ചതാണ്. കാട്ടുപോത്തും കാട്ടാനയും കാട്ടുപന്നികളും സ്വൈരവിഹാരം നടത്തുന്ന പ്രദേശം. ഓരോ ചുവടും അതീവ ശ്രദ്ധയോട് വേണം മുന്നോട്ട് നീക്കാൻ. ടാർ പൂർണ്ണമായും ഇളകി മാറി കല്ലും മണ്ണും നിറഞ്ഞ ഈ വഴിയിലൂടെ മനുഷ്യർ സഞ്ചരിക്കുന്നത് വളരെ അപൂർവമാണ്. ആളനക്കം തീരെയില്ലാത്ത നിശബ്ദത തളം കെട്ടി നിൽക്കുന്ന ഈ വനപ്പാതയിലൂടെയുള്ള യാത്ര ഉള്ളിൽ ഒരുതരം ഭീതി നിറയ്ക്കുന്നുണ്ടെങ്കിലും അതൊരു വലിയ സാഹസികത കൂടിയാണ്. എപ്പോൾ വേണമെങ്കിലും കാടിന്റെ മക്കൾ നമുക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടാം. പകൽ വെളിച്ചത്തിലും സന്ധ്യാനേരത്തെ അനുസ്മരിപ്പിക്കുന്ന വിധം ഇരുട്ട് പടർന്നു കിടക്കുന്ന ഈ കൊടുമ്പനം ഏതൊരു സഞ്ചാരിയിലും ഒരുതരം ഭീതി ഉളവാക്കുന്നു. നിഗൂഢതകൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഈ വനപ്പാതയിലൂടെ ഞങ്ങൾ മുന്നോട്ട് നീങ്ങുമ്പോഴാണ് പെട്ടെന്ന് വശങ്ങളിൽ നിന്നും ആ ശബ്ദം കേൾക്കുന്നത്. എല്ലാവരും ഒരു നിമിഷം നിശബ്ദരായി. ഞങ്ങളുടെ കാഴ്ചകൾക്ക് മുന്നിലേക്ക് വന്യതയുടെ കരുത്തനായ ഒരു കാട്ടുപോത്ത് സാവധാനം കടന്നു വരികയാണ്.
ഇത്തരം സന്ദർഭങ്ങളിൽ അമിതമായ ആവേശമോ ശബ്ദമുണ്ടാക്കി മൃഗങ്ങളെ പ്രകോപിക്കാനോ ശ്രമിക്കുന്നത് വലിയ അപകടങ്ങളിലേക്ക് വഴിതെളിക്കും. വന്യജീവികളുടെ സാമീപ്യം തിരിച്ചറിഞ്ഞാൽ വനയാത്രയിൽ പാലിക്കേണ്ട കൃത്യമായ അച്ചടക്കം ഞങ്ങൾ അവിടെ നടപ്പിലാക്കി. കൂടെയുള്ളവരുടെ നിർദ്ദേശപ്രകാരം വാഹനം നിർത്തി. ഒട്ടും ശബ്ദമുണ്ടാക്കാതെ ഞങ്ങൾ ആ കാട്ടുപോത്തിന്റെ നീക്കങ്ങൾ നിരീക്ഷിച്ചു. അത് പതുക്കെ വഴിമാറിയ ആ നിമിഷം തന്നെ ഒട്ടും വൈകാതെ ഞങ്ങൾ വാഹനം മുന്നോട്ടെടുത്തു. കാടിന്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് വന്യതയുടെ ആ നിഗൂഢതകളെ പിന്നിലാക്കി ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. കാട്ടുപോത്തിന്റെ സാമീപ്യമുണ്ടാക്കിയ ആ പരിഭ്രമം മാറും മുൻപേ പ്രകൃതി ഞങ്ങളെ കാത്തുനിന്നത് മറ്റൊരു അതിശയകരമായ കാഴ്ചയുമായി ആയിരുന്നു. കാട്ടുപോത്ത് വഴിമാറി ഞങ്ങൾ കുറച്ചു ദൂരം കൂടി മുന്നോട്ട് നീങ്ങിയതും വനപാതയുടെ കുറുകെ ഗാംഭീര്യത്തോടെ നടന്നു നീങ്ങുന്ന ഒരു കാട്ടാനയെ ഞങ്ങൾ നേരിൽ കണ്ടു. ഒരു നിമിഷം പോലും ശ്വാസം വിടാൻ ഭയപ്പെട്ട് ആ വന്യജീവിയുടെ ഓരോ ചലനവും ഞങ്ങൾ നിരീക്ഷിച്ചു തന്നു. വനത്തിനുള്ളിൽ വെച്ച് ചെരിഞ്ഞു പോകുന്ന ഗജവീരന്മാരുടെ ജഡങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ അവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടുള്ള യാത്രക്കിടയിലാണ് തികച്ചും ആകസ്മികമായി ആ കാഴ്ച ഞങ്ങൾ കണ്ടത്. പ്രകൃതിയുടെ പച്ചപ്പിനോട് അലികിച്ചേർന്ന് സ്വയം മറഞ്ഞിരിക്കുന്ന ഒരു പച്ചിലപ്പാമ്പ്. കാടിന്റെ ഓരോ അണുവിലും എത്രമാത്രം വൈവിധ്യമാർന്ന ജീവജാലങ്ങളാണ് ഒളിച്ചിരിക്കുന്നത്. നിഗൂഢതകളും വന്യതയും ഒത്തുചേരുന്ന ഈ വനയാത്ര നൽകുന്ന അനുഭവങ്ങൾ സത്യത്തിൽ വാക്കുകൾക്ക് അതീതമാണ്. കാടിന്റെ വന്യമായ മനോഹാരിതയും അവിടുത്തെ നിശബ്ദമായ നിലവിളികളും കാതുകളിൽ അലയടിക്കുന്നുണ്ട്. നിഗൂഢതകൾ അവസാനിക്കാത്ത ഈ ഭൂമിയിൽ പുതിയൊരു ലക്ഷ്യസ്ഥാനം തേടി, പുതിയൊരു കാഴ്ചയുടെ വിസ്മയങ്ങൾ തേടി ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. തിരുമലയുടെ വിവേകം സത്യമേവ ജയതേ.